ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 11 ആരംഭിക്കുന്നത് യുജി കൈകൊണ്ട് ബാരിയർ ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. യുജിയുടെ ശക്തി കണ്ട് ഇനോസാൻ അതിശയപ്പെടുമ്പോൾ ബാരിയറിന്റെ വീക്ക് പോയിന്റ് കണ്ടെത്തിയാൽ മാത്രമേ അകത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഫുഷിഗിരോ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നു. അതെന്താ അങ്ങനെയെന്ന് യുജി ചോദിക്കുമ്പോൾ ബാരിയറുകളുടെ പ്രധാന പണി അതിനുള്ളിലുള്ളവരെ സംരക്ഷിക്കലാണെന്നും അതുകൊണ്ട് ബാരിയർ ഉണ്ടാക്കിയവനും അതിനുള്ളിലുണ്ടാവുമെന്ന് ഇനോസാൻ പറയുന്നു. ഇത് കേൾക്കുന്ന യുജി ഹരാജുക്കുവിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദമായി പറയുന്നു. യുജിയുടെ വിശദീകരണം കേൾക്കുന്ന ഇനോസാൻ അങ്ങനെയാണെങ്കിൽ ബാരിയർ ഉണ്ടാക്കിയവർ അതിനുള്ളിലല്ല മറിച്ച് വെളിയിലാണ് ഉള്ളതെന്ന് പറയുന്നു. ഇതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാരിയർ കാണത്തക്ക വിധത്തിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥലത്താകും അവരുള്ളതെന്ന് മൂവരും പറയുകയും തൊട്ടടുത്തുള്ള ഷിബുയ വാച്ച് ടവറിലേക്ക് നോക്കുകയും ചെയ്യുന്നു. അതേസമയം ടവറിന് മുകളിൽ ബാരിയർ ഉണ്ടാക്കിയ അവാസക്കയും ഒഗാമിയുടെ കൊച്ചുമോനെയും കാണിക്കുന്നു. നമ്മൾ ഇതിനു മുകളിലുണ്ടെന്ന് അവരറിഞ്ഞാൽ പോലും ഇങ്ങോട്ടേക്ക് കയറി വരണമെങ്കിൽ താഴത്തെ നിലയിലെ കേഴ്സുകളെ എല്ലാം തീർക്കണമെന്നും അതിത്തിരി ബുദ്ധിമുട്ടാണെന്നും അവാസക്ക പറയുമ്പോൾ ഒരു നേർത്ത വയർ അവരെ ഒറ്റയടിക്ക് ചുറ്റി വലിക്കുന്നു. മാക്കി കൊടുത്ത വയർ കൊണ്ട് യുജിയും ഫുഷിഗിരയും അവരെ ചുഴറ്റി എറിയുന്നു. അതിനിടയ്ക്ക് ഇനോസാൻ നിലത്ത് തറച്ചു വെച്ചിരുന്ന ആണി പോലത്തെ കേസ് ഒബ്ജക്റ്റ് കാണുമ്പോൾ ബാരിയർ ഉണ്ടാകുന്നത് ഇത് വെച്ചിട്ടാണെന്ന് യുജി പറയുന്നതും അപ്പോൾ ബാരിയർ ഇല്ലാതാക്കാൻ ഈ കേസ് ഒബ്ജക്റ്റ് നശിപ്പിച്ചാൽ മതിയെന്ന് ഫുഷിഗിരോ പറയുന്നതും ഓർക്കുന്നു. ഒരു കേസ് ഒബ്ജക്റ്റിന് പകരം 3 എണ്ണം ഉണ്ടെന്ന് കാണുന്ന ഇനോസാൻ അവിടെയുള്ള ഒബ്ജക്റ്റ് പറിച്ചു കളഞ്ഞെങ്കിലും ബാരിയറിന് ഒന്നും സംഭവിക്കുന്നില്ല. ബാക്കി 2 എണ്ണം ആരുടെ കയ്യിലാണെന്ന് ചിന്തിക്കുമ്പോൾ അവാസക്കയുടെ കൈവശം 2 കേസ് ഒബ്ജക്റ്റുകൾ ഇരിക്കുന്നത് യുജി കാണുന്നു. ശേഷം വീണ്ടും അവാസക്കയെ വയർ കൊണ്ട് വരിഞ്ഞു മുറുക്കി എറിയുന്നു. അതേസമയം ഒഗാമിയെയും കൊച്ചുമോനെയും നേരിടാനൊരുങ്ങുന്ന ഇനോസാൻ തലയിലെ തൊപ്പി വലിച്ച് മുഖം മൂടിയാക്കുന്നു. 41ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന അവാസക്കയുടെ അടുത്തേക്ക് യുജിയും ഫുഷിഗിരോയും പോകുന്നു. മരിച്ചതുപോലെ കിടക്കാതെ എഴുന്നേറ്റ് വരാൻ ഫുഷിഗിരോ പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് മുതിർന്നവരോട് ഒരു ബഹുമാനവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് യുജിയുടെ വയർ നിഷ്പ്രയാസം പൊട്ടിച്ചു കളഞ്ഞ് അവാസക്ക എഴുന്നേൽക്കുന്നു. ശേഷം ഇനോസാൻ നനാമിയുമായി സംസാരിക്കുന്നത് ഓർക്കുന്നു. താൻ അത്ര നല്ല സോസർ അല്ലെന്നും ഒരു അപകടമുണ്ടാകുമ്പോൾ താൻ ആദ്യം ചിന്തിക്കുന്നത് ഇപ്പോൾ നനാമി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നാണെന്നും പറയുന്ന ഇനോസാൻ തനിക്ക് ഗ്രേഡ് 1 സോസർ ആകണമെങ്കിൽ അതിന് നനാമിയുടെ സമ്മതം വേണമെന്ന് പറയുന്നത് ഓർക്കുന്നു. ഒഗാമിക്ക് നേരെ തന്റെ കേസ് ടെക്നിക്കായ ബീസ്റ്റ് സമ്മൺ ഉപയോഗിക്കുന്ന ഇനോസാൻ കൊച്ചുമോന്റെ നേരെ ഒരു കൂർത്ത മുന പോലുള്ള ബീസ്റ്റിനെ വിടുന്നു. ആദ്യത്തെ തവണ ഒഴിഞ്ഞു മാറാൻ പറ്റിയെങ്കിലും വീണ്ടും കറങ്ങിത്തിരിഞ്ഞു വരുന്ന കൂർത്ത മുനയെ കൊച്ചുമോൻ കൈകൊണ്ട് തടയാൻ ശ്രമിക്കുന്നു. മുഖം മറയ്ക്കുന്നത് മൂലം ഇനോയ്ക്ക് 4 ബീസ്റ്റുകളുടെ ശക്തികൾ നിയന്ത്രിക്കാൻ സാധിക്കും. ശേഷം 2ാമത്തെ ബീസ്റ്റിന്റെ ശക്തിയെടുക്കുന്ന ഇനോസാൻ ഒഗാമിയുടെ കൊച്ചുമോനെ തലങ്ങും വിലങ്ങും അടിക്കാൻ ശ്രമിക്കുന്നു. ഇനോയുടെ ഓരോ അടിയും പ്രയാസപ്പെട്ട് ഒഴിഞ്ഞു മാറാൻ കൊച്ചുമോൻ ശ്രമിക്കുന്നു. അതേസമയം അവാസക്കെ പന്തുപോലെ യുജിയും ഫുഷിഗിരോയും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തടിക്കുന്നു. അതിനിടയിൽ അരയിൽ നിന്ന് ഊരിയ കത്തി കൊണ്ട് യുജിയെ മുറിവേൽപ്പിക്കുന്നു. എത്ര അടി കൊണ്ടിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നിൽക്കുന്ന അവാസക്കയെ കാണുന്ന യുജിയും ഫുഷിഗിരോയും അത്ഭുതപ്പെടുന്നു. നിലത്തിരുന്ന് മന്ത്രം ഉരുവിടുന്ന ഒഗാമിയെ കൊച്ചുമോൻ ഇനോസാന്റെ അടിയിൽ നിന്നും തടുക്കുന്നു. കൊച്ചുമകന് വലിയ ശക്തിയൊന്നുമില്ലെന്നും ഉള്ള ജീവനും കൊണ്ടാണ് ആ കിളവിയെ സംരക്ഷിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഇനോസാൻ എന്തോ പന്തികേടുണ്ടെന്ന് വിചാരിക്കുകയും പെട്ടെന്ന് ഇരുവരുടെയും കേസ് എനർജി കുതിച്ചു വരുന്നത് ഇനോസാൻ കാണുന്നു. കൊച്ചുമകനോട് സമയമായെന്ന് ഒഗാമി പറയുകയും കയ്യിലുള്ള ചെറിയ ഡെപ്പി കൊച്ചുമോൻ വിഴുങ്ങുകയും ഒഗാമിക്ക് നേരെ കൂർത്ത മുന ഇനോസാൻ വിടുകയും ചെയ്യുന്നു. ഒഗാമിക്ക് നേരെ പാഞ്ഞു വരുന്ന മുന തൊട്ടടുത്ത നിമിഷം കൈകൊണ്ട് പിടിക്കുന്ന കൊച്ചുമോന് പതിയെ ടോജി സെനിന്റെ മുഖച്ഛായ വരുന്നു. ശേഷം 1989 ഗോജോ ജനിച്ചത് കാണിക്കുന്നു. തൊട്ടടുത്ത സീനിൽ ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ്റെ ജന്മദിനത്തിന് യൂണിഫോം ഒക്കെ അണിഞ്ഞു വന്ന് സർപ്രൈസ് കൊടുക്കുന്നു. ശേഷം അച്ഛൻ്റെ മടിയിലിരിക്കുന്ന പെൺകുട്ടി അച്ഛനെ കഴുത്തിന് കുത്തിക്കൊല്ലുന്നു. മരിക്കുന്നതിന് മുമ്പ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടിയുടെ പാതിമുഖം നേരത്തെ കണ്ട ഒഗാമിയുടേതാകുന്നു. എൻ്റെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ കൊന്നെന്നും രൂപമാറ്റം നടത്താനായി എനിക്ക് അവരുടെ മൃതശരീരം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒഗാമി അവിടെ നിന്നും പോകുന്നു. അതേസമയം മറ്റൊരിടത്ത് അവാസക്ക മനുഷ്യരുടെ തലയിറക്കുകയും മനുഷ്യ ശരീരം തുറന്ന് പഠിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നു. ആ സമയം സോസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നെന്നും
അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യാൻ വരില്ലെന്നും അതുകൊണ്ട് തന്നെ സുഭിക്ഷമായ ജീവിതമാണെന്നും ഒഗാമിയും അവാസക്കയും പറയുന്നു. അങ്ങനെയിരിക്കെയാണ് ഗോജോ ക്ലാനിൽ ജനിച്ച സതോരു ഗോജോയുടെ തലയ്ക്ക് 100 മില്യൺ യെൻ വിലയിടുന്നതും ഗോജോയെ കൊല്ലാനുള്ള ദൗത്യം അവാസക്കയും ഒഗാമിയും എടുക്കുന്നതും. ഗോജോയെ കൊല്ലാനായി വലിയ ആവേശത്തിൽ ഒരു കെട്ടിടത്തിന് മുകളിൽ അവാസക്കയും ഒരു റെസ്റ്റോറൻറ്റിൽ ഒഗാമിയും കാത്തിരിക്കുന്നു. എന്നാൽ ഗോജോയെ കണ്ട മാത്രയിൽ ഇരുവരുടെയും പാതി ജീവൻ തന്നെ പോകുന്നു. തന്നെ ആരാണ് ശ്രദ്ധിക്കുന്നതെന്ന് ഗോജോ തിരിഞ്ഞു നോക്കിയെങ്കിലും അവാസക്കയും ഒഗാമിയും പേടിച്ചൊളിക്കുന്നു. കുറച്ച് വർഷങ്ങളായി കേസുകളുടെ ശക്തി വർദ്ധിച്ചു വരികയാണെന്നും അതിൻ്റെ ഒരേയൊരു കാരണക്കാരൻ ഗോജോ ആണെന്നും പറയുന്ന അവാസക്ക, ഗോജോയുടെ ജനനത്തോടെ ലോകത്തിൻ്റെ ബാലൻസ് മാറിയെന്നും ഇത്രയും കേസ് എനർജിയും പവറും ഉള്ളവനെ തൊടാൻ കേസുകൾക്ക് പോലും ഭയമാണെന്നും പറയുന്ന അവാസക്ക, പിന്നീട് തങ്ങളുടെ സന്തുഷ്ട ജീവിതം ഗോജോ കാരണം ഇല്ലാതായെന്നും വെറും സാധാരണക്കാരെ പോലെ ജീവിക്കേണ്ടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ഫ്ലാഷ് ബാക്കിൽ നിന്നും തിരികെ വരികയും ഗോജോയോടുള്ള അരിശം യുജിയുടെയും ഫുഷിഗയുടെയും അടുത്ത് തീർക്കുന്നു. എത്ര അടിച്ചിട്ടും പരിക്ക് പറ്റാതെ നിൽക്കുന്ന അവാസക്കയെ സഹായിക്കുന്നത് അവൻ്റെ കേസ് ടെക്നിക്ക് തന്നെയാണെന്നും അത് ഡാമേജ് നള്ളിഫിക്കേഷൻ ആണോ എന്ന് സംശയിക്കുന്ന ഫുഷിഗ്രോ, ഗോജോ ഷിബുയയിലുണ്ടെന്നും ഗോജോ ഇങ്ങോട്ട് വന്നാൽ നിന്റെ അന്ത്യമാണെന്നും പറഞ്ഞ് അവാസക്കയെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേൾക്കുന്ന അവാസക്ക, ഗോജോയെ പൂട്ടിയെന്ന് നിങ്ങൾ തന്നെയല്ലേ മണ്ട വിളിച്ചു കൂവിയതെന്ന് പറയുകയും ഗോജോയെ പൂട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കിടന്ന് ഉറക്കമായേനെന്നും പറയുന്നു. ഇതോടെ അവാസക്കയ്ക്ക് ഗോജോയെ ഭയമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫുഷിഗ്രോ ഇവൻ്റെ ടെക്നിക്ക് എന്തായാലും ഡാമേജ് നള്ളിഫിക്കേഷൻ അല്ലെന്ന് ഉറപ്പിക്കുന്നു. ശേഷം തൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് കുറേ മുയിലുകളെ വരുത്തുന്ന ഫുഷിഗ്രോ അവാസക്കയുടെ ടെക്നിക്ക് ഏതാണെന്ന് മനസ്സിലായെന്ന് യുജിയോട് പറയുന്നു. അതേസമയം ടവറിന് മുകളിൽ ഇനോസാൻ കൊച്ചുമോനെ നേരിടാൻ ഒരുങ്ങുന്നു. ഒഗാമി ഒരു നെക്രോമാൻസർ ആണെന്ന് മനസ്സിലാക്കുന്ന ഇനോസാൻ, കിളവി അവളുടെ കൊച്ചുമോന് വേറെ ആരുടെയും ശക്തിയും രൂപവും കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. തനിക്ക് മുന്നിലുള്ളവൻ നല്ല ശക്തനാണെന്ന് മനസ്സിലാകുന്ന ഇനോസാൻ 4ാമത്തെ ബീച്ച് സമ്മൺ ചെയ്യുകയും കൊച്ചുമോൻ ഒറ്റയടിക്ക് ഇനോസാന്റെ ടെക്നിക്ക് നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കൊച്ചുമകൻ ഇനോയുടെ മുഖം ഇടിച്ചു പരത്തുന്നു. ഒറ്റയടിയിൽ ബോധം പോയ ഇനോസാനെ തലങ്ങും വിലങ്ങും അടിച്ച് ഇല്ലാതാക്കുന്നു. അതേസമയം ഫുഷിഗ്രോയുടെ മുയിലുകൾക്കിടയിൽ കുടുങ്ങിയ അവാസക്കയുടെ ശ്രദ്ധ തെറ്റിയ നിമിഷം മുയിലുകൾ ഇല്ലാതാകുകയും തലയ്ക്ക് മുകളിൽ നിന്ന് ഫുഷിഗ്രോയുടെ മറ്റൊരു ഷിക്കിഗാമി പറന്നു വന്ന് അവാസക്കയുടെ മണ്ടയ്ക്ക് നിൽക്കുന്നു. ആന പോലിരിക്കുന്ന ഷിക്കിഗാമിയെ അവാസക്ക പിടിക്കുന്നു. വീണ്ടും ഷിക്കിഗാമി അപ്രത്യക്ഷമാകുന്നു. ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേരെ വാടാന്ന് അവാസക്ക ഫുഷിഗ്രോയെ വെല്ലുവിളിക്കുമ്പോൾ യുജി ഒരു കാറെടുത്ത് അവാസക്കയ്ക്ക് നേരെ എറിയുന്നു. പറന്നു വരുന്ന കാർ പിടിക്കുന്ന അവാസക്കയ്ക്ക് മുകളിലൂടെ വരുന്ന ഫുഷിഗ്രോ കേസ് ടൂൾ കൊണ്ട് അവാസക്കയെ ആക്രമിക്കുന്നു. യുജിയും ഫുഷിഗ്രോയും ചേർന്ന് ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ടെക്നിക്ക് ഇൻവേഴ്സ് ആണെന്നും ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ശക്തമായി ഇടിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നും മറിച്ച് പതിയെ ഇടിച്ചാൽ 100 ഇരട്ടി പ്രഹരം സംഭവിക്കുമെന്നും വിചാരിക്കുന്നു. നിങ്ങൾ എത്ര ബലം പിടിച്ചാലും കാര്യമില്ലെന്ന് ചിന്തിക്കുമ്പോൾ യുജിയും ഫുഷിഗ്രോയും അവാസക്കയെ പതിയെ അടിക്കുന്നു. ശേഷം ഒരു ഫ്ലാഷ് ബാക്കിൽ ഫുഷിഗ്രോ യുജിയോട് അവാസക്കയുടെ ടെക്നിക്ക് ഇൻവേഴ്സ് ആണെന്ന് പറയുന്നു. നമ്മളവൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കിയെന്ന് അവാസക്ക അറിയരുതെന്ന് പറയുന്ന ഫുഷിഗ്രോ തീരെ ബലം കുറച്ചടിച്ചാലും കാര്യമില്ലെന്നും ഒരുമിച്ച് അവനെ അടിക്കാമെന്നും അടിക്കിടയിൽ ഫുഷിഗ്രോയുടെ ഷിക്കിഗാമിയെ കൊണ്ട് പതിയെ ആക്രമിക്കാമെന്നും തീരുമാനിക്കുന്നു. ശേഷം യുജിയും ഫുഷിഗ്രോയും അവാസക്കയുടെ മുഖം ചേർത്ത് ഇടിച്ചു വിടുന്നു. വീണ്ടും തലങ്ങും വിലങ്ങും പതിയെ അടിക്കുമ്പോൾ അവാസക്ക ഒഴിഞ്ഞു മാറുന്നു. പുറകിൽ നിന്ന് യുജി പാഞ്ഞു വന്ന് ബാക്ക് ഫ്ലാഷ് പ്രയോഗിക്കുമെന്ന് കരുതിയെങ്കിലും പതിയെ അടിച്ചു വിടുന്നു. ആ ഒറ്റ ഇടിയോടെ അവാസക്ക വീഴുന്നു. ശേഷം ഫുഷിഗ്രോ യുജിയെ അഭിനന്ദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 11 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.